ഹേ ഗൈസ്, വീട്ടിലിരുന്ന് തന്നെ എങ്ങനെയാണ് ഈസി ആയിട്ട് പെഡിക്യൂർ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാമോന്ന്. അതിനുവേണ്ടി ഞാനൊരു ബക്കറ്റിൽ ആദ്യം ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഷാമ്പൂ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മുക്കി വെക്കുക കേട്ടോ. നിങ്ങളിത് ചെയ്യുന്നതിന് മുന്നേ തന്നെ മസ്റ്റായിട്ട് നിങ്ങളുടെ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യണം. ഞാനിവിടെ എൻ്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോ എടുത്തത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നെയിൽ പോളിഷ് റിമൂവറൊക്കെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അത് കാരണം എൻ്റെ ഇല്ലാഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണേ. അതിനുശേഷം ഇതുപോലൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കാലൊക്കെ ഒന്ന് വൃത്തിയാക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പെഡിക്യൂർ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കാല് കുറച്ച് സമയം മുക്കി വെക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ സ്ക്രബാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോഫി പൗഡറും പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ കാല് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു ടാൻ റിമൂവൽ പാക്കാണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ അരിപ്പൊടിയും കോഫി പൗഡറും ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ വാട്ടറാണ് കേട്ടോ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് പാലോ തൈരോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു ഹാഫ് ആൻ അവറിന് ശേഷം കഴുകി കളയാട്ടോ. ഞാനിവിടെ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന ആ തക്കാളി ഉപയോഗിച്ചാണ് കേട്ടോ പാക്ക് റിമൂവ് ചെയ്തത്. നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ വേണമെങ്കിലും കഴുകിയെടുക്കാം. കാലൊക്കെ വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് നെയിൽസ് ഒക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ നെയിൽസിൽ നെയിൽ പോളിഷ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണില്ല. നിങ്ങളിത് ചെയ്യുന്നതിന് മുന്നേ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.